Good morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസ് തീർത്തല്ലേ? ആംബുലൻസ് സർവീസ് പറഞ്ഞ ചാപ്റ്റർ തീർത്തു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് നോക്കുന്നത്. ചാപ്റ്റർ 12 ആണ് കേട്ടോ. ഇതാണ് ലേബർ റൂം. ലേബർ റൂം സർവീസ്. ലേബർ റൂം സർവീസസ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ കേട്ടോ. 73. 12 അല്ലേ കിടക്കുന്നേ? സെക്കൻഡ് മൊഡ്യൂളില് 12ാമത്തെ ചാപ്റ്റർ അല്ലേ ഇത്? ഓക്കെ ഓക്കെ. എന്താണ് പേജ് നമ്പർ ആണോ ദേവിക ചോദിക്കണേ? 73 എന്നല്ലേ പറഞ്ഞേ? പേജ് നമ്പർ 73. ഓക്കെ, ചാപ്റ്റർ കിട്ടിയില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പേജ് ഇട്ടോ? ഓക്കെ, റെഡി ആണോ? യെസ്, ഓക്കെ. ഇപ്പൊ ചാപ്റ്റർ 12 ആണ്, ലേബർ റൂം സർവീസസ് ആണ് കേട്ടോ. ഓക്കെ, കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ? എന്താ ലേബർ റൂം എന്ന് പറഞ്ഞ? ലേബർ റൂമിൽ കയറിയിട്ടുണ്ട്, ഡെലിവറി ഒക്കെ കുറച്ച് പേരൊക്കെ കയറിയിട്ടുണ്ട് അല്ലെ? നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ? ലേബർ റൂമിലൊക്കെ കയറിയിട്ടുള്ളവരില്ലേ? എന്താ അവിടെ ലേബർ റൂമിൽ എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്? ആ ഒരു റൂമിൽ എന്താണ്? നമ്മുടെ പ്രസവവും കാര്യങ്ങളൊക്കെയാണ് അല്ലെ നടത്തുന്നത് ലേബർ റൂം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ. Obstetrics and gynecology services are practiced in almost all of the hospitals. Like, മിക്ക ഹോസ്പിറ്റലുകളിലും, എല്ലാ ഹോസ്പിറ്റലിലും രണ്ട് സെക്ഷൻ ആണ് അല്ലെ? Obstetrics എന്ന് വെച്ചാൽ പ്രസവ ചികിത്സ. Obstetrics. പ്രഗ്നൻസി, പിന്നെ അതുപോലെ തന്നെ പ്രസവം കാര്യങ്ങളൊക്കെ അത് ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഒബ്സ്റ്റെറ്റിക്സ് എന്ന് പറഞ്ഞ കേട്ടോ. പ്രസവ ചികിത്സ. Obstetrics is a medical specialty focused on the care of women during pregnancy, childbirth and the postpartum period. നമ്മുടെ ഗർഭാവസ്ഥ, അതുപോലെ പ്രസവാനന്തര കാലഘട്ടം എന്നിവയിലേക്ക് സ്ത്രീകളുടെ പരിചരണത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആണ് ഒബ്സ്റ്റെറ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയൊന്ന് നോട്ട് ചെയ്താൽ മതി. പ്രസവ ചികിത്സ. ഗൈനക്കോളജി. ഗൈനക്കോളജി അറിയാലോ? ഗൈനക്കോളജി എന്താ? സ്ത്രീരോഗശാസ്ത്രം അല്ലേ? നമ്മുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെ ഒരു ബ്രാഞ്ചാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത് അല്ലെ? ട്രീറ്റ്മെന്റ് ആൻഡ് കണ്ടീഷൻ അഫക്റ്റിംഗ് the female reproductive or the system അല്ലെ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ ആണ് ഗൈനക്കോളജി. അപ്പൊ ആ ഒരു സെക്ഷനിലല്ലേ നമ്മൾ പോകുന്നത്. ഇത് രണ്ടും ഏതൊക്കെ? ഒബ്സ്റ്റെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി സർവീസസ് ആർ പ്രാക്ടീസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിലും തന്നെ അല്ലെ? എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഒരു രണ്ട് സർവീസ്, അത് ഈ രണ്ടൊരു സെക്ഷൻ ഉണ്ട് അല്ലെ? Where obstetrics deals with the process of childbirth. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, obstetrics deals with the process of childbirth അല്ലെ? പ്രസവ പ്രക്രിയ. ഈ പ്രസവമാണ് ഒബ്സ്റ്റെറ്റിക്സ് ആ ഒരു സർവീസ് അവിടെ ഡീൽ ചെയ്യുന്നത് അല്ലെ? കൈകാര്യം ചെയ്യുന്നത് എന്താ? The process of childbirth. നോട്ടബിൾ, അത് ഒറ്റ വേർഡാട്ടോ. നോട്ട് ഏബിൾ എന്നല്ല, നോട്ടബിൾ എന്നാണ്. Notable functional area of the maternity ward. പ്രസവ വാർഡാണ് കേട്ടോ മെറ്റേണിറ്റി വാർഡ് എന്ന് പറയുന്നത്. പ്രസവ വാർഡ്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഫങ്ഷണൽ ഏറ്റവും ശ്രദ്ധേയമായ? നോട്ടബിൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധേയമായ. നോട്ടബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്. ഒരു പ്രസവ വാർഡിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫങ്ഷണൽ ഏരിയകള് ഏതൊക്കെയാണ്? ഫങ്ഷണൽ ഏരിയാസ് ആണ് പറയുന്നത് കേട്ടോ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. അതിനകത്ത് ഫങ്ഷണൽ ഏരിയസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധേയമായ
പ്രസവ വാർഡിന്റെ അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിന്റെ ഫങ്ഷണൽ ഏരിയാസ് വരുന്നത്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നൊക്കെ? റിസീവിംഗ് ഏരിയ. ഫസ്റ്റ് ഏതാണ് ഏരിയ? റിസീവിംഗ് ഏരിയ. അവരെ സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന ഏരിയ, റിസീവിംഗ് ഏരിയ. രണ്ടാമത്തെ നോക്കിയേ, എക്സാമിനേഷൻ ഏരിയ. അവരെ എക്സാമിൻ ചെയ്യുന്നു, പരിശോധിക്കുന്നു അല്ലെ, എക്സാമിനേഷൻ ചെയ്യുന്ന ഏരിയ. അടുത്ത നോക്കിയേ, പ്രീ ഡെലിവറി റൂം. നമ്മള് ഏതാ ഫസ്റ്റ് തന്നെ ഡെലിവറി റൂമിലേക്കാണോ കയറ്റുന്നത്? അതിന് മുന്നുള്ളതാണ് അല്ലെ, ഡെലിവറിക്ക് മുന്നുള്ള റൂമാണ് പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി റൂം. അവിടെ എന്താ ചെയ്യുന്നേ? ആ ഒരു നമ്മുടെ ഉമ്മണിയൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ആ പ്രസവ സംബന്ധമായി അല്ലെ, അവർക്ക് ആദ്യം തന്നെ അവര് ഡെലിവറിക്ക് മുന്നേ അവര് മോണിറ്റർ ചെയ്യുന്നു അല്ലെ. എന്നിട്ട് നമുക്ക് ആ ഒരു പ്രസവ വേദനയൊക്കെ അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് അടക്കുമ്പോഴല്ലേ നമുക്ക് ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം തന്നെ അവർ എക്സാമിൻ ചെയ്തിട്ട് അവര് നെക്സ്റ്റ് ഏതിലേക്ക്? ആ പ്രീ ഡെലിവറി റൂമിലേക്ക്, അതായത് ഡെലിവറിക്ക് മുമ്പ് അവരെ ഇരുത്തുന്ന സ്ഥലമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. അവിടെ എന്താ? അവരെ മോണിറ്റർ ചെയ്യുന്നു അല്ലെ. ആ ഡെലിവറിക്ക് മുന്നേ അവരെ മോണിറ്റർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെ ആ റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. അതിനുശേഷം ഇനി നമുക്ക് ആ ഒരു പ്രസവത്തോട് അടുക്കുമ്പോൾ അല്ലെ, ആ ഒരു സിംറ്റംസ് കാര്യങ്ങൾ വരുമ്പോ ആ വേദനയൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവരെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു? ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡെലിവറി ഓർ ലേബർ റൂം, ഡെലിവറി റൂം അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അവിടെ എന്താ? ഡെലിവറി നടത്തുന്ന റൂം, ഡെലിവറി റൂം. അതിന് വേണ്ട ഫെസിലിറ്റി കാര്യങ്ങളും ഒക്കെ വേണം. അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാറുണ്ട് കേട്ടോ, ഫെസിലിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം. നെക്സ്റ്റ് ആണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഇനി ഡെലിവറി കഴിഞ്ഞ നേരെ നമ്മുടെ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കൊക്കെയാണ് കൊണ്ടുവരുന്നത്. കുറച്ച് സമയം അവിടെ നമ്മൾ ഒബ്സർവേഷനിലേക്ക് എടുത്തോളൂ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ നമുക്ക് അത് സർജറി ഒക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ വേറൊരു റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഡെലിവറിക്ക് ശേഷം അവരെ കിടത്തുന്ന റൂമാണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. അതിനെ മദർ ബേബി യൂണിറ്റ് എന്ന് പറയാം. അമ്മയും കുട്ടിയൊക്കെ അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് കിടക്കുന്ന റൂമാണ്. അതിൽ പോസ്റ്റ് നേറ്റൽ റൂം എന്ന് പറയാം. POSTNATAL, പോസ്റ്റ് നേറ്റൽ റൂം അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി റൂം അല്ലെങ്കിൽ നമുക്ക് മദർ ബേബി യൂണിറ്റ് അങ്ങനെയും പറയാം. ഓക്കെ, അവിടെ എന്താ? പ്രസവത്തിന് ശേഷം അമ്മേനെയും കുട്ടീനെയും ഒക്കെ ഒബ്സർവേഷൻ ചെയ്യുന്നു, നിരീക്ഷിക്കുന്ന ഏരിയ. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര പഠിക്കാറുണ്ട്? 5 ഫങ്ഷണൽ ഏരിയാസ് ആണ് നമുക്ക് പഠിക്കാറുള്ളത്. ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. അതിനകത്ത് ഒബ്സ്റ്ററ്റിക്സ് എന്നുള്ള ആ ഒരു സെന്റൻസും കൂടി അവിടെ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഒബ്സ്റ്ററ്റിക്സ് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. പ്രസവ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതാണ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത്. പ്രസവ ചികിത്സ എന്നാണ് മലയാളം കേട്ടോ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ. Okay, the labor room also named as birthing unit. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയത് കേട്ടോ. BIRTHING, birthing unit എന്നാണ് അറിയപ്പെടുന്നത്. ലേബർ റൂമിനെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലേബർ റൂം ഈസ് ഓൾസോ നെയിംഡ് as birthing unit. കുട്ടികൾ ജനിക്കുന്ന സ്ഥലമല്ലേ, ബർത്ത് ചെയ്യുന്ന ജനിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ലേബർ റൂമിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് birthing unit. BIRTHING അണ്ടർലൈൻ ചെയ്തോട്ടോ. birthing unit in the hospital is where the childbirth take place. എന്തുകൊണ്ടാ? കുട്ടികള് ജനിക്കുന്ന സ്ഥലമാണ് അല്ലെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണ്, ചൈൽഡ് ബർത്ത് നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ ലേബർ റൂമിനെ ബർത്തിങ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് versatile എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന, വൈവിധ്യമാർന്ന ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് versatile room.
ഇത് ഏറ്റവും വൈവിധ്യമാർന്ന ഒരു റൂമാണ്. എവിടത്തെ? ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു റൂമാണ്. which grants special facilities assuring the safe prenatal care, delivery and immediate postnatal care for the mothers and infants. ശിശുക്കള്, കുട്ടികള് എന്നുള്ളത്. ഓക്കെ, ഇനി അവിടെ എന്താ പറഞ്ഞേക്കണേ? അപ്പൊ ഈ ലേബർ റൂം എന്ന് പറയുന്നത് എന്താണ്? ഈ മോസ്റ്റ് വെർസറ്റൈൽ റൂം ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റു റൂമുകൾ പോലെയാണോ ലേബർ റൂം ഇരിക്കുന്നേ? ആണോ? മറ്റു റൂമുകൾ പോലെയാണോ? അതിൽ നിന്നും കുറച്ച് വൈവിധ്യമാർന്നതാണ്. ഒത്തിരി വ്യത്യാസം ഉണ്ട് അല്ലെ? വ്യത്യാസപ്പെട്ടതാണ്. അത് വൈവിധ്യമാർന്ന റൂമാണ്. വിച്ച് ഗ്രാൻഡ് സ്പെഷ്യൽ ഫെസിലിറ്റീസ്. അവിടെ എന്ത് വേണം? പ്രത്യേകം സൗകര്യങ്ങൾ വേണം. അഷ്യൂറിംഗ്, ഉറപ്പുവരുത്തുക. സേഫ് പ്രീനേറ്റൽ കെയർ. പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭകാല പരിചരണം. ഒന്ന് എഴുതി വെച്ചോട്ടോ അതിന്റെ മീനിങ്. ഗർഭകാല പരിചരണം, അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ നമ്മൾ കെയർ കൊടുക്കൂലേ, ആ കാര്യങ്ങളൊക്കെ. അതിന് വേണ്ട ഫെസിലിറ്റികൾ വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോ ചെക്കപ്പിനൊക്കെ പോകൂലേ, അല്ലെ? ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകൂലേ? മന്ത്ലി ഒക്കെ ആണെങ്കിലും ചെന്ന് കുട്ടിയുടെ സ്റ്റാറ്റസ് നോക്കാനായിട്ട്, അല്ലെ? നമ്മള് ഗ്രോത്ത് എങ്ങനെയാ നോക്കാനായിട്ടൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് വേണ്ടി ചെല്ലണം, അല്ലെ? അപ്പൊ ആ ഗർഭകാലത്ത് ഉള്ള പരിചരണം, ഗർഭകാല പരിചരണം, അതാണ് പ്രീനേറ്റൽ കെയർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ എന്താ? ഡെലിവറി, പ്രസവ കാര്യങ്ങൾ ചെയ്യും, അല്ലെ? ഡെലിവറിക്ക് വേണ്ട സൗകര്യങ്ങൾ വേണ്ടേ? സാധാരണ ഒരു റൂമിൽ കയറ്റി ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ഡെലിവറി നടത്തുമ്പോ അതിൻ്റെതായ ടേബിൾ വരെയും വ്യത്യസ്തമായിരിക്കണം, അല്ലെ? അവർക്ക് കിടക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ളത്, അല്ലെ? ഡെലിവറിക്ക് പാകത്തിനുള്ള ടേബിളുകള്, അതിനുവേണ്ട ഫെസിലിറ്റികള്, ലൈറ്റുകള്, സംഭവങ്ങള്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ റൂം തന്നെയായിരിക്കണം. അപ്പൊ ഗർഭകാല പരിചരണം, ഇനി പ്രസവം ആൻഡ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് നേറ്റൽ കെയർ. പോസ്റ്റ് നേറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് നേറ്റൽ എന്ന് പറഞ്ഞാൽ പ്രസവ പൂർവ്വം, അതായത് പ്രസവത്തിന് ശേഷമുള്ള പരിചരണം. പ്രസവാനന്തര പരിചരണം. 3 വേർഡ്സുകൾ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പ്രീനേറ്റൽ എന്ന് പറഞ്ഞാൽ പ്രസവകാല പരിചരണം, ഡെലിവറി, പ്രസവം, പിന്നെ അതുപോലെ പോസ്റ്റ് നേറ്റൽ എന്ന് വെച്ചാൽ പ്രസവാനന്തര പരിചരണം. പ്രസവം കഴിഞ്ഞതിന് ശേഷവും പിന്നെയും നമ്മള് ഇങ്ങനെ ഒന്ന് ചെക്കപ്പിന് വേണ്ടി ഇടയ്ക്ക് പോകേണ്ട വരൂലേ? നമ്മുടെ സ്റ്റിച്ച് കറക്റ്റ് ആണോ, ശരിയായിട്ട് അടങ്ങിയിട്ടുണ്ടോ, അല്ലെ? നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പ് 40 ദിവസം കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നോടെ നമ്മൾ ഡോക്ടറിനെ ഒക്കെ പോയി കാണൂലേ, അല്ലേ? പ്രസവത്തിന് ശേഷവും ഇതാണ് പ്രസവാനന്തര പരിചരണം, പോസ്റ്റ് നേറ്റൽ കെയർ ഫോർ ദ മദേഴ്സ് ആൻഡ്. കുട്ടീനെയും അമ്മേനെയും ഒക്കെ നോക്കാനായിട്ട്, അല്ലെ? അങ്ങനെ പോകാറില്ലേ? പ്രസവത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോകൂലേ ചെക്കപ്പിന് വേണ്ടിയിട്ട്? അമ്മേനെയും കുട്ടീനെയും ഒക്കെ നോക്കാൻ, അവർക്കിടെയൊക്കെ അമ്മയ്ക്കാണെങ്കിൽ ഓക്കെ ആയോ, കുട്ടിക്ക് വളർച്ചയൊക്കെ എങ്ങനെയുണ്ട്, അല്ലെ? ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഫെസിലിറ്റികള് എവിടെ വേണം? ലേബർ റൂമില് വേണം. ഓക്കെ, a pregnant woman will go to the delivery room when she is in an active phase of the labor. Labor എന്ന് പറഞ്ഞാൽ ഒരു പ്രസവ വേദന എന്നുള്ള ഒരു മീനിങ് ആട്ടോ അവിടെ കൊടുത്തേക്കുന്നത്, ലേബർ. അപ്പൊ ഇങ്ങനെയാ, a pregnant woman will go to the delivery room. പ്രഗ്നന്റ് ആയിട്ടുള്ള, നമ്മുടെ ആ മാസം, നമ്മുടെ ലാസ്റ്റ് മന്ത് നമുക്ക് ഡെലിവറിയുടെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും, അല്ലേ? ശരിക്കും 9 മാസം 9 ദിവസമൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ലാസ്റ്റ് നമുക്ക് ഡോക്ടർ ചെല്ലുമ്പോഴത്തേക്കും, ലാസ്റ്റ് നമ്മുടെ ചെക്കപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഡേറ്റ് നമുക്ക് വരൂല്ലേ? ഡെലിവറിയുടെ ഡേറ്റ് പറയും. ആ ഒരു സമയത്തോട് അടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആവാൻ ചെല്ലണം, അല്ലെ? എന്നിട്ട് എന്ത് പറഞ്ഞേക്കുന്നേ? അപ്പൊ അവര് നേരിട്ട് അപ്പൊ തന്നെ ഓടി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന അപ്പൊ തന്നെ ഡെലിവറി റൂമിലേക്ക് കയറ്റുകയാണോ ചെയ്യുന്നത്? അതായത് ആ ലേബർ, അതായത് പ്രസവ വേദനയുടെ അല്ലെങ്കിൽ ആ ഒരു ആക്റ്റീവ് ഫേസിലേക്ക് വരുമ്പോഴാണ് ഡെലിവറി റൂമിലേക്ക് മാറ്റുന്നത്, അല്ലെ? നമുക്ക് ആ ഒരു വേദനയൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലേ? അതിന്റെ ഓരോ സിംറ്റംസ്, ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവരെ ഡെലിവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, pregnant woman will go to the delivery room when she
when she is in an active phase of labor. അല്ലെ, ആ പ്രസവത്തിന്റെ സജീവ ഘട്ടത്തില് അല്ലെ, ആ ഒരു ടൈം അടുക്കുമ്പോഴേക്കും അവരെ ഡെലിവറി റൂമിലേക്ക് മാറ്റും. This unit is devised to handle the birth of the for woman, minor surgery and procedure. അപ്പൊ ഈ യൂണിറ്റ് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? The unit is devised എന്ന് വെച്ചാൽ രൂപകൽപ്പന ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഹാൻഡിൽ എ ബർത്ത് ഫോർ വുമൺ, വുമൻസിന് ബർത്തിന് വേണ്ടിയിട്ട് അല്ലെ, പ്രസവം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. മൈനർ സർജറി, ഇപ്പൊ എല്ലാവർക്കും ഡെലിവറി തന്നെ ആവണമെന്നില്ല അല്ലെ, നോർമൽ ഡെലിവറി ആവണമെന്നില്ല, ചെറിയ സർജറികള്, അതിന് വേണ്ട പ്രൊസീജിയറുകള്, ഇതിനെല്ലാം വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ നമ്മള് ബർത്തിങ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നു, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ലേബർ റൂം ഈസ് ഓൾസോ നെയിംഡ് ആസ് ബർത്തിങ് യൂണിറ്റ്. പിന്നെ അത് ഏറ്റവും ഒരു വൈവിധ്യമാർന്ന റൂമാണ്, മോസ്റ്റ് വെർസറ്റൈൽ റൂം ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി അവിടെ എന്തൊക്കെയാ? പ്രീനേറ്റൽ കെയർ, ഡെലിവറി, പോസ്റ്റ് നേറ്റൽ കെയർ, അത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സെന്റൻസ് കൂടി നോട്ട് ചെയ്യുക. This unit is devised to handle a birth for women, then minor surgery and procedure. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ലേബർ റൂം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The labor delivery recovery room, LDR. Labor room is also known as LDR. Labor delivery recovery room എന്നും പറയൂ കേട്ടോ. The labor delivery recovery room are in charge of accommodating all kinds of delivery. അതൊന്ന് കറക്റ്റ് ചെയ്തേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ നോക്കിയേ. All kinds of delivery, DELIVERY, all kinds of delivery, എല്ലാ തരത്തിലുള്ള ഡെലിവറികളും കൈകാര്യം ചെയ്യുന്നു അല്ലെ. പ്രൊവൈഡിങ് മാക്സിമം അഷുറൻസ് ആൻഡ് എഫിഷ്യന്റ് ഒബ്സ്റ്ററ്റിക്കൽ കെയർ. അതെങ്ങനെയാ? പരമാവധി ഉറപ്പും കാര്യക്ഷമമായിട്ടുള്ള, എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ടുള്ള പ്രസവ ചികിത്സയും നൽകുന്നു. അതൊക്കെ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ലേബർ ഡെലിവറി റിക്കവറി റൂം എന്നുള്ളത് LDR അവിടെ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. ലേബർ ഡെലിവറി റിക്കവറി റൂം, LDR ഇൻ ചാർജ് ഓഫ്, എന്തിന്റെ ചാർജ് ഉണ്ട്? അക്കോമഡേറ്റിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഡെലിവറി, എല്ലാ തരത്തിലുള്ള ഡെലിവറികളും അല്ലെ. പ്രൊവൈഡിങ്, അതെങ്ങനെയാ? മാക്സിമം അഷുറൻസ്, നല്ല ഉറപ്പോടുകൂടി അല്ലെ, നല്ല എന്താ വേറെ ഫോൾട്ട് ഒന്നും വരാതെ, എററുകളൊന്നും വരാതെ മാക്സിമം നമ്മളെ ഉറപ്പ് വരുത്തിക്കൊണ്ട് എഫിഷ്യന്റ്, ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രസവ ചികിത്സയും നൽകുന്നു. In certain healthcare institutions, LDR also known as LDRP suite. അപ്പൊ ഈ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസില് LDRനെ LDRP യൂണിറ്റ് എന്നും പറയുന്നുണ്ട്. അതൊന്നുകൊണ്ട് അണ്ടർലൈൻ ചെയ്ത് അവിടെ. LDR is also known as, അതായത് ലേബർ ഡെലിവറി റിക്കവറി റൂം ഈസ് ഓൾസോ known as LDRP suite. അതെന്താ? LDRP എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. L എന്ന് പറഞ്ഞ L stands for ലേബർ, ലേബർ എന്നാണ് പറയുന്നത്. D എന്ന് പറഞ്ഞ എന്താ? ഡെലിവറി ആണ് ഉദ്ദേശിക്കുന്നത്. D stands for delivery, R stands for recovery, then P stands for, P എന്ന് പറഞ്ഞ പോസ്റ്റ് പാർട്ടം, പോസ്റ്റ് പാർട്ടം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഡെലിവറിക്ക് ശേഷം, അതാണ് പോസ്റ്റ് ഡെലിവറി റൂം തന്നെയാണ് കേട്ടോ. അത് പോസ്റ്റ് ഡെലിവറി റൂം, പോസ്റ്റ് ഡെലിവറി എന്നാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഡെലിവറി, ഡെലിവറിക്ക് ശേഷമാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ LDR അറിയപ്പെടുന്ന മറ്റൊരു പേര്, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസില് LDRനെ LDRP യൂണിറ്റ് എന്നും പറയുന്നുണ്ട്. അതെന്താ? ഓരോ ലെറ്റേഴ്സിന് എന്തിനാ സൂചിപ്പിക്കുന്നത്? അവിടെ അങ്ങനെ ചോദിക്കാം കേട്ടോ. LDRP, L stands for dash, അങ്ങനെ ചോദിക്കാം. ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ് പാർട്ടം. പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡെലിവറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി
It is the one of the particular of the obstetrical department that grants all the required clinical facilities with the quality infrastructure, sufficient supply of equipment, consumables, and availability of well-trained human resources. കണ്ടോ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടേ? It is the one of the particular of the obstetrical department. Your obstetrical ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രസവ ചികിത്സ അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് ഇത് അല്ലെ. നമുക്ക് ആ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ലേബർ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ മറ്റുള്ള റൂമുകളിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട്. That grants all the required clinical facilities. അവിടെ എന്ത് അനുവദിക്കണം? എല്ലാ ടൈപ്പും അല്ലെ എല്ലാ ആവശ്യത്തിനുള്ള ക്ലിനിക്കൽ ഫെസിലിറ്റികൾ സൗകര്യമായിട്ടുള്ള ഈ കാര്യങ്ങളും സൗകര്യങ്ങളും വേണം. വിത്ത് ദ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ക്വാളിറ്റിയിലുള്ള ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? സാധാരണ ഒരു റൂമിൽ കയറ്റി ഡെലിവറി നമുക്ക് നടത്താൻ പറ്റുമോ? സാധാരണ ഒരു റൂമിൽ കയറ്റി അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ? അല്ലെ ഡെലിവറി ചെയ്യണമെങ്കിൽ നിങ്ങള് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം ആ റൂമിലേക്ക് കയറുമ്പോ അവിടെ ഓരോന്നും അല്ലെ നമുക്ക് ആ ഡെലിവറിക്ക് അനുകൂലമായിട്ടുള്ള ആ കിടക്കുന്ന ടേബിൾ വരെ അതിനനുസരിച്ചുള്ള അല്ലെ നല്ല രീതിയുള്ളത് അല്ലെ. അവിടെ നമുക്ക് കാലൊക്കെ നേരെ ഇങ്ങനെ പൊക്കി വെക്കാവുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫെസിലിറ്റികളില്ലേ. അതാ പറയുന്നത് മറ്റുള്ള റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താ കുറച്ചും കൂടി എന്താ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് അല്ലെ നല്ല ചികിത്സാപരമായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ആ പ്രസവം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന സൗകര്യങ്ങൾ അവിടെ വേണം. വിത്ത് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങള്, സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഉപകരണങ്ങളുടെ ആവശ്യത്തിനുള്ള സപ്ലൈ അല്ലെ നമുക്കത് ചെയ്യുമ്പോഴൊക്കെ അതിനാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ. പിന്നെ അത് കൺസ്യൂമബിൾസ് ഉപഭോഗ വസ്തുക്കള് ആൻഡ് അവൈലബിലിറ്റി ഓഫ് അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടി വേണം അവിടെ? അവൈലബിലിറ്റി ഓഫ് വെൽ ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സ് വേണ്ടേ അല്ലേ? ഒരു ഹ്യൂമൻ റിസോഴ്സ് വേണ്ടേ അവിടെ അത് എടുക്കാനുള്ള ഡോക്ടർ സ്റ്റാഫുകള് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകള് അങ്ങനെയുള്ളവരൊക്കെ വേണ്ടേ? അപ്പോ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല പരിചയമുള്ള ഹ്യൂമൻ റിസോഴ്സ് ആളുകളും അല്ലെങ്കിൽ സ്റ്റാഫുകളും വേണം. ഫെസിലിറ്റികൾ വേണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, എക്യുപ്മെന്റ്സിന്റെ സപ്ലൈ വേണം, ഉപഭോഗ വസ്തുക്കളുടെയും പിന്നെ അതുപോലെ തന്നെ എന്താണ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് അല്ലെ ആളുകളും വേണം. അത് ചെയ്യാനുള്ള ആളുകളും വേണം. പിന്നെ ഡോക്ടർ ഉണ്ടാവും, നേഴ്സുകൾ ഉണ്ടാവും, പിന്നെ മിഡ് വൈഫ് അങ്ങനെയുള്ള അവരുണ്ടാവില്ലേ കോഴ്സ് പഠിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെലിവറി എടുക്കാനായിട്ട് അല്ലെ അങ്ങനെ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളും അതിന് ആവശ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സും കൂടി വേണം. ഇനി നോക്കിയേ ലൊക്കേഷൻ. ഇനി എങ്ങനെയായിരിക്കണം, എവിടെ ആയിരിക്കണം ഒരു ലേബർ റൂം? അതിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം നോക്കിയേ. നിങ്ങൾ പോയിട്ടുള്ള ലേബർ റൂം ഇങ്ങനെയാണോ എന്ന് നോക്കി. എവിടെ ആയിരിക്കണം ആ ലൊക്കേഷൻ? This section should be located in a convenient, ഒരു എങ്ങനെയാണ് സൗകര്യപ്രദമായിരിക്കണം അല്ലെ എല്ലാവർക്കും പെട്ടെന്ന് ചെല്ലാവുന്ന രീതിയിൽ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഏരിയയിൽ വേണം ഇത് ലൊക്കേറ്റ് ചെയ്യാൻ. ബട്ട് ഐസൊലേറ്റഡ് ഏരിയ എന്നാൽ എങ്ങനെയാണ് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരിക്കണം. രണ്ട് കാര്യങ്ങളെ പറഞ്ഞത് എങ്ങനെയാ കൺവീനിയന്റ് ആയിരിക്കണം, നമുക്ക് അതിന് സൗകര്യപ്രദമായിരിക്കണം, എന്നാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ അല്ലേ? അതൊരു സെക്ഷൻ എന്താ പറയാ. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് ആ ഡെലിവറിക്ക് കേസുകൾ മാത്രം ആ ഒരു സെക്ഷനിലേക്ക് പോയാൽ പോരെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എളുപ്പത്തില് നമുക്ക് ചെല്ലാനും പറ്റണം, എന്നാല് അതൊരു എന്താ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയുമായിരിക്കണം. The labor room, next sentence ആണ്. The labor room though remote must be reachable from the entrance of the department to study away from unnecessary specific while also providing privacy to patients. ഇനി നോക്കിയേ റിമോട്ട് ദൂരം കുറച്ചും കൂടി ദൂരത്തായിരിക്കണം, എന്നാൽ എങ്ങനെയാണ്
must be reachable from the entrance of the department. ആ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് ഇല്ലേ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് ഇല്ലേ, ആ എൻട്രൻസിൽ നിന്നും എളുപ്പത്തിൽ എത്താൻ പറ്റണം, എന്നാൽ കുറച്ച് ദൂരെയുമായിരിക്കണം. മനസ്സിലായോ? അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻട്രൻസിൽ തന്നെ കൊണ്ടുവന്ന് ഈ നമുക്ക് ലേബർ റൂം വെക്കരുത്. മനസ്സിലായോ? എൻട്രൻസിന് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റണം. ഇപ്പൊ പ്രസവമൊക്കെ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതല്ലേ. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇതിലുള്ള സിംറ്റംസ് അല്ലെങ്കിൽ ഒരു വേദനയൊക്കെ ആയിട്ടായിരിക്കും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ എൻട്രൻസിന് പെട്ടെന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയയുമായിരിക്കണം. പക്ഷെ എന്താ, കുറച്ച് ദൂരത്തായിരിക്കണം. അതായത് എൻട്രൻസിൽ തന്നെ കൊണ്ടുവന്ന് വെക്കരുതെന്നാ പറഞ്ഞേക്കണേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് അൺനെസസറി ആവശ്യമില്ലാത്ത ആ ഒരു ട്രാഫിക് കാര്യങ്ങൾ ആളുകൾക്ക് പോണോ, അതുകൊണ്ടാണ് ഒരു ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ. ആ ഒരു സെക്ഷനിലേക്ക് അങ്ങോട്ട് പോണവര് മാത്രം പോയാൽ മതി അല്ലേ. അല്ലാതെ ഇപ്പൊ നമ്മള് ഏതാണ് ഒപിയിൽ കാണാൻ വന്നവര് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തുന്നതായിരിക്കും. അനാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ പോകുന്നത് അത് ഒഴിവാക്കണം. എന്നാൽ ആളുകൾക്ക് എന്തും കൂടി കൊടുക്കണം അവിടെ, പ്രൈവസി. ആളുകൾക്ക് പ്രൈവസി കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യണം. വൈൽ ഓൾസോ പ്രൊവൈഡിങ് പ്രൈവസി ടു പേഷ്യൻസ്. പേഷ്യൻസിന് അവിടെ പ്രൈവസി പ്രൊവൈഡ് ചെയ്യണം. While also providing privacy to patients. പേഷ്യൻസിന് പ്രൈവസിയും കൂടി പ്രൊവൈഡ് ചെയ്യണം. It should be not far from that. എന്നാൽ നോക്കിയേ, ഇത് എങ്ങനെ ഒത്തിരി ദൂരം അവരുടെ നോക്കിയേ, it should be not far from the OT, operation theater, surgical unit, while facilitating the movement of the patients, avoiding cross pollution. ശ്രദ്ധിച്ചേ, ഇതെങ്ങനെയാവരുത്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ നിന്ന് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഏരിയ ആയിരിക്കണം. റീച്ചബിൾ ഫ്രം ദ എൻട്രൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ പേഷ്യൻസിന് അവിടെ പ്രൈവസി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്താണ്, ഇറ്റ് ഷുഡ് ബി നോട്ട് ഫാർ ഫ്രം, ഒത്തിരി ദൂരെ ആകരുതെന്ന്. ഏതിൽ നിന്ന്, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ സർജിക്കൽ യൂണിറ്റ്, ഇതിൽ നിന്നൊക്കെ ഒത്തിരി ദൂരത്ത് കൊണ്ടുവന്ന ലേബർ റൂം വെക്കരുത്. അപ്പൊ ഇതിനോട് ചേർന്നായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. While facilitating the movements of patient, ഇങ്ങനെ അവോയ്ഡിങ് ക്രോസ് പൊല്യൂഷൻ. ക്രോസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലേബർ റൂം ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ ഒരു പൊല്യൂഷന്റെ സാധ്യത ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ പുറമേ നിന്നൊക്കെ ആണെങ്കിലും ഇപ്പൊ അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അതുകൊണ്ട് അവിടെ പ്രത്യേക ഡ്രസ്സ് കൊടുക്കില്ലേ. പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടല്ലോ പോകുന്നേ അല്ലേ. അവിടെ പ്രത്യേകം ഡ്രസ്സുകൾ കൊടുക്കണ്ട്. പിന്നെ ഷൂസ് നമ്മളെ കാര്യം പറഞ്ഞു, മാസ്കുകളുടെ കാര്യം പറഞ്ഞു അല്ലേ, ഗ്ലൗസുകളുടെ കാര്യം പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഒരു നല്ലൊരു എന്താ സ്റ്റെറൈൽ ഏരിയ ആണ്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ കയറുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു പൊല്യൂഷൻ ഈ പൊല്യൂഷൻ ഒഴിവാക്കാനായിട്ട് അല്ലെ, അവോയ്ഡ് ക്രോസ് പൊല്യൂഷൻ. അപ്പൊ പൊല്യൂഷൻ അതായത് ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ആ രീതിയിൽ നമ്മള് എന്താ ആളുകളുടെ മൂവ്മെന്റ്സ് അങ്ങോട്ടേക്ക് നോക്കണം. അതായത് നമുക്ക് എന്താ പറയാ, അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഇതെല്ലാം ധരിച്ചിട്ട് വേണം പേഷ്യൻസ് അങ്ങോട്ട് കയറാൻ. സ്റ്റാഫുകളാണെങ്കിലും നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചില്ലേ, അവർക്ക് അതിൻ്റെതായ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടാണ് ആ റൂമിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ് ഏരിയ ആണ് അല്ലെ, ഒരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം നമ്മളവിടെ. എന്തിനാ ഇനി ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒക്കെ അടുത്ത് വേണമെന്ന് പറഞ്ഞ എന്താ കാര്യം, അതിൽ അവിടെ നിന്ന് ഒത്തിരി ദൂരെ. ഇപ്പൊ ലേബർ റൂം ഇവിടെ, ഓപ്പറേഷൻ തിയേറ്റർ അടുത്ത ബിൽഡിങ്ങിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ എന്താ അങ്ങനെ അടുത്ത് വേണം, ഒത്തിരി ദൂരെ ആവരുന്ന് പറയാൻ കാര്യം, ഇപ്പൊ നമ്മൾ നോർമൽ ഡെലിവറി ആണെന്ന് വിചാരിച്ച് നമ്മൾ കേട്ട് കുറെ നേരം നോക്കിയിട്ടും എന്താ ഡെലിവറി നടക്കണില്ല. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്കൊരു സർജറി വേണമെങ്കിൽ ഈ ലേബർ റൂമിൽ നിന്ന് കുറെ ദൂരത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരെ പറ്റുമോ? ഒരുപാട് ദൂരം കൊണ്ടുവന്ന് വെച്ചാ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് ശരിക്കും നമ്മൾ സർജിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ഇതിൽ നിന്ന് ഒത്തിരി ദൂരത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണം കേട്ടോ.
പിന്നെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ, അവിടെ എന്തിനുള്ള എന്ത് അനുവദിക്കണമെന്നാ പറഞ്ഞേക്കണേ, ആ പേഷ്യൻസിനെയൊക്കെ നമ്മളെ അതിലേക്ക് കയറ്റുമ്പോൾ ആ ഒരു ക്രോസ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യണം. അതായത് പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ ഒന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ ആയിരിക്കണം. ക്ലിയർ ആയോ ദ ലൊക്കേഷൻ? ക്ലിയർ ആണോ? കൺവീനിയന്റ് ആയിരിക്കണം, എന്നാൽ ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കണം. പിന്നെ എൻട്രൻസിൽ നിന്ന് എളുപ്പത്തിൽ പോകാൻ പറ്റണം, പക്ഷെ എൻട്രൻസ് എല്ലാം ആയിരിക്കരുത്. പിന്നെ അവിടെ പേഷ്യൻസിന് ഈ പ്രൈവസി കൊടുക്കണം. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ, സർജിക്കൽ യൂണിറ്റ് എന്നിവയുടെ അടുത്ത് നിന്ന് ഒത്തിരി ദൂരത്തിലാകരുത്. പിന്നെ ആ പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ അകത്തേക്ക് കയറ്റുമ്പോഴൊക്കെ ക്രോസ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നത്, ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കണം. സ്റ്റാഫുകളാണെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ, നോർമൽ ഡ്രസ് ഒന്നും ഇട്ടോണ്ട് പോകാൻ പാടില്ല. നമ്മൾ സേഫ്റ്റി, ഈ ഏരിയകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഏരിയ ആണല്ലേ, മൈക്രോബ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഓടിച്ചാടിയൊന്നും അങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. അതിൻ്റെതായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഇനി അടുത്താണ് ഡിസൈൻ. ഈ ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയാന്ന് നോക്കിയേ, എങ്ങനെയാണ് അതിന്റെ ഒരു മോഡല് നോക്കിയേ. ലേബർ റൂം മസ്റ്റ് ബി ഓഫ് ഇനഫ് സൈസ്. വലിപ്പം, ആവശ്യത്തിന് വലിപ്പം വേണം. ഇപ്പൊ 1-2 ബെഡുകളൊക്കെ കിടന്ന് ഒറ്റട്ടായും ഇപ്പൊ ഒരു ഡെലിവറി മാത്രമാണോ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നേ? ആണോ? ഒരു ഡെലിവറി മാത്രമേ നടക്കുള്ളൂ, അതുകൊണ്ട് ഒരു കുഞ്ഞു റൂം മതിയോ? പറ്റില്ല അല്ലെ. ഒറ്റ ടൈം 4-5 ഡെലിവറികളൊക്കെ ഒരേ സമയത്ത് നടക്കാം. അല്ലെങ്കിൽ ഡെലിവറി അടുക്കുമ്പോഴേക്കും അവര് നമ്മള് ഏതാണ് നമുക്ക് പ്രീ ഡെലിവറി റൂമിൽ നിന്ന് നമുക്ക് ഡെലിവറി റൂമിലേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം. ഇപ്പൊ നിങ്ങളാണെങ്കിലും ലേബർ റൂമിൽ ഡെലിവറിക്ക് കയറിയിട്ടുള്ളവർക്ക് അറിയാം, അടുത്ത തൊട്ട് ബെഡില് വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊരു അതിന് ഒരു 3-4-5 പേരെയൊക്കെ നമുക്ക് അറ്റ് എ ടൈം ഡെലിവറി നടത്തുന്ന രീതിയിൽ അതിന് ആവശ്യത്തിനുള്ള സൈസ് വേണം. അന്നൊക്കെ ഇടയ്ക്ക് സ്ക്രീനിങ് കൊടുത്ത് മറിച്ചേക്കല്ല അവര് ഓരോ ബെഡുകളും ഒക്കെ ആയിട്ട്. അപ്പൊ അതുപോലെ അതിന് അത്രയും ഒരു സ്പേസ് വേണം, ഇനഫ് സ്പേസ്, ആവശ്യത്തിന് സ്പേസ് വേണം. പിന്നെ പറഞ്ഞേക്കണം നോക്കി വിത്ത് ലാർജ് ഡോർ. അതിന്റെ ഡോർ എങ്ങനെയായിരിക്കും? വലിയ ഡോറായിരിക്കും. കുഞ്ഞി ഇടുങ്ങിയ ഡോറൊന്നും കൊണ്ടുവയ്ക്കാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് നോക്കിയേ, എന്തുകൊണ്ടാ വലിയ ഡോർ വേണമെന്ന് പറയാൻ കാര്യം? അലോവിങ് പാസേജ് ഓഫ് ദ ബെഡ് ഓർ സ്ട്രെച്ചർ വിത്ത് അറ്റൻഡൻസ്. അറ്റൻഡർമാരുടെ ഒപ്പം തന്നെ ബെഡോ സ്ട്രെച്ചറിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാണ്ടേ, സ്ട്രെച്ചറൊക്കെ കടന്നു പോകണ്ടേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ ഡോറും എന്ത് വേണം? വലിയ ഡോറ് തന്നെ വേണം. സ്ട്രക്ചറും ആളുകളൊക്കെ കൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങള്? ലേബർ റൂമിന്റെ ഒക്കെ ഡോറ് ശ്രദ്ധിച്ചിട്ട് വലിയ ഡോറായിരിക്കൂലേ അല്ലെ? കുഞ്ഞ് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഡോറല്ല. അപ്പൊ അതിൽ കൂടെ സ്ട്രക്ചറൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇടുങ്ങിയിലൊക്കെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് സ്ട്രക്ചറും കുറച്ച് ആളുകളൊക്കെ കയറുന്ന രീതിയിൽ അല്ലെ, അറ്റൻഡർമാർക്ക് സ്ട്രക്ചറൊക്കെ കൊണ്ടുപോകുന്ന ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ലേബർ റൂമില് സൈസ്, ആവശ്യത്തിന് വലുപ്പവും വേണം, അതുപോലെ ഡോറും വലിയ ഡോറായിരിക്കണം. ലാർജ് ഡോർ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. പിന്നെ സ്പേസ് വിത്ത് ലാർജ് ഡോർ. The labor room complex should have enough light. പിന്നെ അടുത്ത കാര്യം എന്താ? ആവശ്യത്തിന് ലൈറ്റ് വേണ്ടേ അല്ലേ? മറ്റും വേണ്ടേ? ഇവിടെ ഒരു കുഞ്ഞു ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡിം ലൈറ്റിലൊക്കെ നമുക്കിത് ഡെലിവറി കാര്യങ്ങളൊക്കെ പാകത്തിന് ചെയ്യാൻ പറ്റുമോ അല്ലെ? വലിയ ലൈറ്റുകളും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ ലൈറ്റ് ഇല്ലേ? അതുപോലെ നല്ല ലൈറ്റ് വേണം എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ആവശ്യത്തിന് ലൈറ്റ് വേണം. പവർ ബാക്കപ്പുകൾ, അതായത് നമുക്ക് കറണ്ട് ഇങ്ങനെ കട്ടാവാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള ഇത് വേണം. പിന്നെ വെന്റിലേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, വായു സഞ്ചാരം നമ്മൾ അവിടെ കൊടുക്കണം. ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അവർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു ഏരിയ കേട്ടോ ട്രയേജ് ഏരിയ എന്ന് പറഞ്ഞാൽ. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് ആദ്യം ചികിത്സ നൽകുന്ന ഏരിയ ആണ് ട്രയേജ് ഏരിയ, പ്രത്യേക ഒരു ഏരിയ ആണ്. പിന്നെ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, എല്ലാം ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ സർഫസ് അങ്ങനെയുള്ള ഒരു ഏരിയ വേണം.
പിന്നെ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ്. ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, ഓട്ടോക്ലേവില് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇല്ലേ, അതാണ് അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഐറ്റംസ് ദാറ്റ് ഹാവ് ബീൻ സ്റ്റെറിലൈസ്ഡ് യൂസിങ് ആൻ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ്. കോമൺ സപ്ലൈസ് ഏതൊക്കെയാ? സച്ച് ആസ് ടവൽ, ലിനൻ. ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? തുണിത്തരങ്ങളൊക്കെ അല്ലെ, തുണികളെ പഠിച്ചില്ലേ നിങ്ങൾ അവിടെ ആ ചാപ്റ്റർ? ലോണ്ട്രി ആൻഡ് ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. അത് 4th മൊഡ്യൂളിലുള്ള ചാപ്റ്റർ ആട്ടോ. ലോണ്ട്രി ആൻഡ് ലിനൻ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ലിനൻ എന്ന് വെച്ചാൽ തുണിത്തരങ്ങള്. അപ്പൊ ടവല്, തുണികള്, ബെഡ്ഷീറ്റ് സംഭവങ്ങളൊക്കെ ഇല്ലേ, ബെഡ്ഷീറ്റ്, പിന്നെ പേഷ്യൻസിന് ഇടുന്ന ഡ്രസ്സുകള്, സ്റ്റാഫുകളുടെ ഡ്രസ്സുകള്, അപ്പൊ അങ്ങനെയുള്ള കോമൺ സപ്ലൈ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ലേബർ റൂമില് വേണം. എന്തൊക്കെയാ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആവശ്യത്തിന് ലൈറ്റ് വേണം, പവർ ബാക്കപ്പ് വേണം, വെന്റിലേഷൻ വേണം, ട്രയേജ് ഏരിയ വേണം, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ വേണം, ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ്. ഏതൊക്കെയാ കോമൺ സപ്ലൈസ്? ടവല്, ലിനൻ പോലുള്ള പൊതുവായിട്ടുള്ള സപ്ലൈകള്. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും അത് എല്ലാവരും ഈ ലേബർ റൂമില് വേണം. This area should be designed to block out sound. ഇനി ഈ ഏരിയ എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യുന്നത്? ബ്ലോക്ക് ഔട്ട് സൗണ്ട്. സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ, സൗണ്ട് തടയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യണം. നമ്മൾ ഇപ്പൊ ലേബർ റൂമിലൊക്കെ കയറിയിട്ടുള്ളവരൊക്കെ അറിയാം, കുറച്ചവരൊക്കെ ഡെലിവറി സമയത്തൊക്കെ ഒന്ന് ഒളിക്കണ്ടാവും അല്ലെ? അറിഞ്ഞിട്ടുണ്ടോ? ഡെലിവറി ഒക്കെ ആ ഒരു വേദന വരുമ്പോ ഉണ്ടാവും. ഉണ്ട്, ശരണ്യ ഉണ്ട്, ഡോണ. ഓപ്പറേഷൻ ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും അറിയല്ലോ. പക്ഷെ ഡെലിവറി ആണെങ്കിൽ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് അറിയുമല്ലേ? അപ്പൊ അങ്ങനെ എന്താ പറയാ, ആ സൗണ്ട് ഒക്കെ പുറത്തേക്ക് കേൾക്കാതിരിക്കാനായിട്ട് എങ്ങനെ വേണം? ആ സൗണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന, തടയുന്ന രീതിയിലായിരിക്കണം ഇത് ഡിസൈൻ ചെയ്യുന്നത്. അതായത് വേറെ ഒന്നുമില്ല, അധികം ശബ്ദമൊക്കെ നമ്മൾ പുറത്തേക്ക് പോകാത്ത രീതിയിൽ കേട്ടോ. അങ്ങനെ ഉള്ള ഇതായിരിക്കണം. ദിസ് ഏരിയ ഷുഡ് ബി ഡെസിഗ്നേറ്റഡ് ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്. സൗണ്ട് തടയുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടായിരിക്കണം. എൻഷുറിംഗ് ദാറ്റ് ദ പേഷ്യന്റ് ക്യാൻ എക്സ്പീരിയൻസ് ഒപ്റ്റിമൽ കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ. പിന്നെ പേഷ്യൻസിന് എങ്ങനെ വേണം? അവർക്ക് ഒരു സുഖപ്രദമായ രീതിയിൽ, പിന്നെ അതുപോലെ റിലാക്സേഷൻ അല്ലേ, അവർക്ക് വിശ്രമവും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം. അത് അങ്ങനെ ഉറപ്പുവരുത്തണം. സൗണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പേഷ്യൻസിന് സുഖപ്രദമായിട്ടും അവർക്ക് വിശ്രമവും ഒക്കെ നൽകാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഒരു റിലാക്സ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള അവർക്ക് അല്ലെങ്കിൽ സുഖപ്രദമായിട്ടുള്ള ഒരു അനുഭവം കിട്ടുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം അല്ലെ? നമ്മൾ വളരെ കൂളായിരിക്കണ്ടേ അല്ലെ? ആ ഒരു ടൈമിലൊക്കെ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം. ടെൻഷനൊന്നും പാടില്ല അല്ലെ? നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല സുഖമായ രീതിയിൽ റിലാക്സ് ചെയ്തിരുന്ന രീതിയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ അത് ഉറപ്പു നൽകണം. ഇനി നോക്കിയ ഫെസിലിറ്റീസ്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The area should be designed to block out the sounds, ensuring the patient can experience optimal comfort and relaxation. Facilities for examination, preparation and observation are also available. ഈ എന്തിനുള്ള ഫെസിലിറ്റി കൂടി വേണം? ഫെസിലിറ്റി ഫോർ എക്സാമിനേഷൻ. അവരെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിൻ ചെയ്യണ്ടേ? എക്സാമിനേഷൻ നടത്തണം, അതുപോലെ പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ് നടത്തണം, ഒബ്സർവേഷൻ, അവരെ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അതിനുള്ള സൗകര്യങ്ങളും കൂടി അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, എക്സാമിനേഷന് അവരെ തയ്യാറാക്കാനായിട്ട്, അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉള്ള അതൊക്കെ അവൈലബിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യം കൂടി അവിടെ വേണം. മനസ്സിലായോ? ഡിസൈൻ ക്ലിയർ ആവുന്നില്ലേ പറയണേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് LDR ആണ് കേട്ടോ. L ആണ്. അത് നെക്സ്റ്റ് ഒന്ന് നോക്കി കറക്റ്റ് ആണോന്ന്. LDR നമ്മൾ പഠിച്ചല്ലോ. LDR എന്താ? ലേബർ, ഡെലിവറി, റിക്കവറി. ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി.
labor, delivery and recovery complex can be divided into 3 zones. ഇതിനെ നമുക്ക് 3 സോണായിട്ട് നമുക്ക് തിരിക്കാം. ഇതാ labor, delivery and recovery complex can be divided into 3 zones. ഇതിനെ നമുക്ക് 3 സോണുകളായിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്നൊക്കെ unsterile zone. ഏതൊക്കെയാ 3 സോണുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. LDR, labor, delivery, റിക്കവറി റൂം ഓർ ലേബർ റൂം കോംപ്ലക്സിനെ നമുക്ക് 3 സോണുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? അൺസ്റ്റെറൈൽ സോൺ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ ഉണ്ട്, പിന്നെ അടുത്തത് ഡെലിവറി സോൺ ഉണ്ട്. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ. ഇതിനകത്ത് അങ്ങനെ ചോദിക്കാം. പിന്നെ ഈ അൺസ്റ്റെറൈൽ സോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയാസ് ഏതാണ്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഡെലിവറി സോണിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയ കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ഭരണപരമായിട്ടുള്ള ഏരിയകൾ, അഡ്മിനിസ്ട്രേഷൻ സംബന്ധിക്കുന്ന ഏരിയകൾ, വെയിറ്റിംഗ് ഏരിയ, വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ, പൊതു ഉപയോഗ മേഖല. അത് 3 അൺസ്റ്റെറൈൽ സോണിൽ വരുന്നത്. ഇത് നോട്ട് ചെയ്തിടാം കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഉപയോഗ മേഖല. ഓക്കെ, പബ്ലിക് യൂട്ടിലിറ്റി എക്സെട്ര. ഇനി പ്രൊട്ടക്റ്റീവ് സോണില്, സംരക്ഷിത സോണിൽ വരുന്നത് ഏതാണ്? ഓക്കെ, ചേഞ്ച് റൂം, ഡ്രസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നില്ലേ, അതൊരു പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. പ്രീ ലേബർ റൂം, ഡെലിവറി നടക്കുന്നതിന് മുന്നുള്ളത് പ്രീ ലേബർ റൂം. ദെൻ മെഡിസിൻ സ്റ്റോർസ്, മെഡിസിൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് സോൺ ആണ്. മെഡിസിൻ സ്റ്റോർ, ഡ്യൂട്ടി റൂം എക്സെട്ര. മെഡിസിൻ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒരു ഫോം ഇട്ടുണ്ട് അവിടെ, ഡ്യൂട്ടി റൂം. അടുത്തതാക്കി എഴുതിയാൽ മതി, ഡ്യൂട്ടി റൂം. ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് സോണില് ഉൾപ്പെടുന്നതാണ്. എനിക്ക് വരുന്നേ ചേഞ്ച് റൂം, പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ, ദെൻ ഡ്യൂട്ടി റൂം. ഇനി അടുത്ത നോക്കിയേ ഡെലിവറി സോൺ. അടുത്ത 3ാമത്തെ സോണാണ് ഡെലിവറി. ഇവിടെ ഡെലിവറി നടത്തുന്നു അല്ലെ. അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കിയേ, ക്ലീൻ സപ്ലൈ റൂം. എന്താ ക്ലീൻ ആയിട്ട് ഓരോ അതിന് വേണ്ട സപ്ലൈകൾ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റൂം വേണം. സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറിനൊക്കെ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കൊക്കെ ഹാൻഡ് കൈയൊക്കെ സ്ക്രബ് ചെയ്യണ്ടേ. ഈ ഡെലിവറിക്ക് മുന്നേ ആണെങ്കിലും ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ കൈയൊക്കെ കഴുകണ്ടേ. അപ്പൊ അങ്ങനെയുള്ള സിങ്കും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഇതാണ് സ്ക്രബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വാഷ് ചെയ്യാനുള്ള സംഭവം തന്നെയാണ് സ്ക്രബ് സ്റ്റേഷൻ. അത് വരുന്നുണ്ട് ഡെലിവറി സോണിൽ വരുന്ന കേട്ടോ. അടുത്തതാണ് ഡെലിവറി റൂം എക്സെട്ര. ഡെലിവറി റൂം, ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഇത് 3 ഡെലിവറി സോണില് ഉൾപ്പെടുന്നതാണ്. ക്ലിയർ ആയില്ലേ? 3 സോണുകളും അതിന്റെ ഉള്ളിൽ വരുന്ന ഏതൊക്കെയാന്നുള്ളത് അത് 3 അണ്ടർലൈൻ ചെയ്തതാണ്. ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് ഏതൊക്കെയാണ് മറ്റേന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. അവിടുത്തെ ഫെസിലിറ്റികൾ, അവിടുത്തെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഫെസിലിറ്റി ആൻഡ് റിക്വയർമെന്റ്സ്, ഇതൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് നോക്കിയേ, ഇതും പോയിന്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. നേഴ്സിംഗ് സ്റ്റേഷൻ വേണം, നേഴ്സുകൾക്കൊക്കെ ഇരിക്കണ്ടേ, അതിനുള്ള ഒരു നേഴ്സിംഗ് സ്റ്റേഷൻ, അതൊരു ഫെസിലിറ്റി ആണ്. ലേബർ റൂമിന്റെ ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ സൗകര്യങ്ങളാണ് അവിടെ വേണ്ടത്. നേഴ്സിംഗ് സ്റ്റേഷൻ വേണം. പിന്നെ സൂപ്പർവൈസറിന് ഇരിക്കാനായിട്ടുള്ള ഒരു സൂപ്പർവൈസേഴ്സ് ഓഫീസ് വേണം. പിന്നെ അടുത്തത് പേഷ്യൻസിനൊക്കെയാണ് വെയിറ്റ് ചെയ്യാനുള്ള വെയിറ്റിംഗ് റൂം വേണം. അടുത്തത് നമ്മൾ പറഞ്ഞതാണ് സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ വേണം. സ്ക്രബ് ഏരിയ ആൻഡ് വാഷിംഗ് ഏരിയ വേണം. ദെൻ ഡ്യൂട്ടി റൂം വേണം. ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയ, 3 കേട്ടോ. ഡ്യൂട്ടി റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ ക്ലോത്ത്സ് ചേഞ്ചിങ് ഏരിയ, ക്ലോത്ത്സ് വസ്ത്രങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. പിന്നെ അടുത്ത് നോക്കിയേ, റൂം ഡെസിഗ്നേറ്റഡ് ഫോർ എ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്. അവിടുത്തെ എക്യുപ്മെന്റ്സ്, ലേബർ റൂമിലേക്ക് വേണ്ട എക്യുപ്മെന്റ്സുകൾ വെക്കാൻ, മെഡിസിൻസ് ഒക്കെ വെക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂം വേണം.
rooms designated for the designed ആണ് കേട്ടോ. Rooms designed for the storage of equipments and medicines. Equipments ഉം medicines ഉം ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള റൂം വേണം. അടുത്ത നോക്കിയേ, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റി. ഇനി ആ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണ്ടേ, അണുവിമുക്തമാക്കണം അല്ലെ? അപ്പൊ അത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ വേണം. പിന്നെ അടുത്ത ക്ലിനിക്കൽ ഏരിയ, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയകൾ വേണം, ക്ലിനിക്കൽ ഏരിയാസ് വേണം. അടുത്തതാണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. അപ്പൊ അവിടെ ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, അവിടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ എന്താ പറയാ, തെന്നി പോകാത്ത രീതിയിൽ കുറച്ചും കൂടി ഈ സ്മൂത്ത് അല്ലാതെ ഇങ്ങനെ റഫ് ആയിട്ടുള്ള ടൈലുകളില്ലേ, റഫ് ടൈലുകള്, നമുക്ക് ഗ്രിപ്പുള്ള തരത്തിലുള്ള അങ്ങനെയുള്ളതായിരിക്കണം അവിടെ ഫ്ലോറിങ്ങിന് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്, അതായത് തെന്നി പോകാത്ത രീതിയിലുള്ള ടൈലുകളൊക്കെ, വെള്ളോ ഇതൊക്കെ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ വാഷ് ചെയ്യുമ്പോഴും ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും. അപ്പൊ ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ തെന്നി പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ തെന്നി പോകാത്ത രീതിയിൽ നമ്മൾ കുറച്ചും കൂടി റഫായിട്ടുള്ള ടൈൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കണം ഫ്ലോറിങ് ചെയ്യാനായിട്ട്. അത് വേണം. പിന്നെ അടുത്തത് സെൻട്രലി എയർ കണ്ടീഷണർ, അത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എയർ കണ്ടീഷൻ, AC, ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം വേണം. അപ്പൊ അത്രയുമാണ് ഫെസിലിറ്റികള്. വേറെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആ പോയിന്റ്സുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഏകദേശം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ ലേബർ റൂമിലേക്ക് വേണ്ട ഒരു സൗകര്യങ്ങള്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വായിച്ചാൽ മനസ്സിലാവില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. Labor ward protocols. The protocols for the labor ward officer വ്യക്തമായ എന്നുള്ളതാണ്. വ്യക്തമായ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം വേണം അവിടെ. Protocols for the labor ward officer explicit instruction for managing ward activities. എന്താ ആ ലേബർ റൂമിലെ അല്ലെ, ആ വാർഡിലെ ലേബർ വാർഡിലെ ആക്ടിവിറ്റീസ്, അവിടുത്തെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യാൻ ഒരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, കാര്യങ്ങള് വേണം. And ensuring ward operates efficiently and delivers excellent medical care to pregnant women. These protocols are in regard to the, ആ പ്രോട്ടോകോൾ ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. 1, 2 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് കൊടുത്തേക്കണം. അതായത് വാർഡ് പ്രവർത്തനങ്ങള്, ലേബർ റൂമിലെ അല്ലെങ്കിൽ ലേബർ വാർഡിലെ പ്രവർത്തനങ്ങള് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം. ലേബർ വാർഡ് പ്രോട്ടോകോൾ, ലേബർ വാർഡില്ലേ, ആ വാർഡിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ വാർഡ് എങ്ങനെ കാര്യക്ഷമമായി, എഫിഷ്യന്റ്ലി എന്ന് വെച്ചാൽ കാര്യക്ഷമമായി ആ വാർഡ് എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നും, പിന്നെ അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ, അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു എക്സലന്റ് മെഡിക്കൽ കെയർ, ഒരു മികച്ച ഒരു മെഡിക്കൽ കെയർ നൽകുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കാനുള്ള വ്യക്തമായ നിർദ്ദേശങ്ങള്, പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ആ പ്രസവ വാർഡിനായിട്ട് അങ്ങനെയുള്ള പ്രോട്ടോകോൾ ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ലേബർ വാർഡില് എന്താണ്, ഒരു വ്യക്തമായ പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? വാർഡിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് അല്ലെ, വാർഡ് കാര്യക്ഷമമായി അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഉറപ്പുവരുത്തുന്നതിനായിട്ട്. പിന്നെ ഈ പ്രഗ്നന്റ് വുമണിന് ഒരു മികച്ച ഒരു മെഡിക്കൽ കെയർ ഡെലിവറി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കാൻ, അതൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു വാർഡ് പ്രോട്ടോകോൾ, ലേബർ വാർഡ് പ്രോട്ടോകോൾസ് ഉണ്ട്. നമുക്കൊരു പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അല്ലെ. നമുക്ക് തോന്നിയ രീതിക്ക് ആവുമ്പോ ഇതൊക്കെ കറക്റ്റ് ആവില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് വരും ഒരു പ്രോട്ടോകോൾ, ഒരു നിർദ്ദേശം ഉണ്ട് അവിടെ, പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പൊ അത് ആ ഒരു പ്രോട്ടോകോള് ലേബർ വാർഡിലുണ്ട്. These protocols, ഇതിനകത്ത് ഈ പ്രോട്ടോകോൾസ് എന്തൊക്കെയാ പറഞ്ഞേക്കണേ നോക്കി. ഫസ്റ്റ് ഒക്കെ നോക്കി എന്തൊക്കെയാണ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസീസ്
covers the duties and the obligation of the administrative and the professional responsibilities, criteria for admission, traffic control, water regulations, disaster management, etc. Okay, administration and the policies encompass ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക ഒരു ഭരണപരമായിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നയങ്ങള് പോളിസികള് ഉൾക്കൊള്ളുന്നു അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് വെച്ചാൽ അവിടെ ബാധ്യത ഡ്യൂട്ടീസ് കടമകളും ബാധ്യതകളും ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഒരു ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങള് then criteria for admission അവിടെ അവരെ അഡ്മിറ്റ് ആക്കുന്നതിനുള്ള മാനദണ്ഡങ്ങള് ട്രാഫിക് കൺട്രോൾ വാർഡ് റെഗുലേഷൻസ് അതുപോലെ തന്നെ വാർഡിലെ നിയന്ത്രണങ്ങള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതൊക്കെയായി ബന്ധപ്പെട്ട ഒരു എന്താ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി അല്ലെ അവർക്കിടെ ഇപ്പൊ ഒരു ഭരണപരമായിട്ടുള്ള ചുമതലകള് അല്ലെ അവിടുത്തെ ബാധ്യതകള് അവർ ചെയ്യേണ്ട കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് ഫസ്റ്റ് ആ പ്രോട്ടോകോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ആ സെക്ഷനിൽ വരുന്നതാണ്. രണ്ടാമത്തെയാണ് ചികിത്സാ സംബന്ധമായിട്ടുള്ളത് ക്ലിനിക്കൽ റെക്കമെൻഡേഷൻസ് ദാറ്റ് കവർ ഇൻപേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഓഫ് ലേബർ പോസ്റ്റ്മോർട്ടം കെയർ ന്യൂ ബോൺ കെയർ എക്സെട്ര. രണ്ടാമത്തെ പ്രോട്ടോകോൾസുകൾ എന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദാറ്റ് കവർ ഇൻപേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ഇല്ലേ അവർക്കുടെ പരിചരണ കെയറിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഓഫ് ലേബർ അല്ലെ പ്രസവം അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതാണ് പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം കെയർ ഡെലിവറിക്ക് ശേഷം കൊടുക്കുന്ന കെയർ പിന്നെ കുട്ടികളുടെ ന്യൂബോൺ കെയർ അല്ലെ കുട്ടികളെ ഉണ്ടാകുന്ന കുട്ടികളെ അതിന് പ്രത്യേകം ഇതുണ്ടല്ലോ നിയോളജൽ ഇതുണ്ടല്ലോ ആ ഒരു സെക്ഷൻ അങ്ങനെയുള്ള ന്യൂബോൺ കെയറുകള് അല്ലെ നവജാത ശിശുക്കൾക്ക് വേണ്ട പരിചരണം ഇതെല്ലാം ബന്ധപ്പെട്ടുള്ള എനിക്ക് ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രോട്ടോകോൾസുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾസുകൾ ക്ലിനിക്കൽ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ലേബർ ടേബിൾ അടുത്തെന്ന് പറഞ്ഞാൽ ലേബർ ടേബിൾ. Labor table is of the crucial tool and equipment that used in delivery room. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമ്മള് ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർക്ക് അറിയാം ലേബർ ടേബിൾ സാധാരണ ടേബിൾ പോലെയാണോ നമ്മൾ സാധാരണ ഒരു ബെഞ്ചിലാണോ അവരവിടെ കിടത്തുന്നത് ഡെലിവറി സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ആൺകുട്ടികളൊക്കെ ഉണ്ട് അതിനകത്ത് കയറിയിട്ടുണ്ടോ പെൺപിള്ളേരെ ഡെലിവറി ഒക്കെ ചെയ്ത അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ അല്ല അല്ലെ നമ്മൾ സാധാരണ ഒരു ടേബിൾ അല്ല അവിടെ ലേബർ ടേബിൾ എന്ന് പറയുന്നത് അല്ലെ അത് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അല്ലെ ആൻഡ് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം ഡെലിവറി റൂമില് ഉപയോഗിക്കുന്നേ ദിവ്യ എന്താ കുട്ടികളൊന്നുമില്ല പെൺപിള്ളേര് മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിച്ചത് അവര് ആ പിള്ളേർക്ക് അവിടെ എഴുതിയിട്ടുണ്ടാവില്ല അവര് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അറിയാം അല്ലെ ലേബർ ടേബിള് സാധാരണ ടേബിൾ പോലെയല്ല നമ്മളവിടെ കിടത്തി നമ്മുടെ കാലൊക്കെ പൊക്കിയൊക്കെ വെച്ചിട്ടല്ലേ അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി പിന്നെ ഒരു ചെറിയ ആ കാലിന്റെ അവിടെ ഭാഗത്തൊരു കുഴി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടീനെയൊക്കെ ഇതാക്കാൻ ഒരു നാഗോല വളഞ്ഞും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഒന്ന് കയറി നോക്കട്ടോ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഡെലിവറി ലേബർ ടേബിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത ടേബിളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതും പിന്നെ ആ ലേബർ ടേബിളും പിന്നെ അതുപോലെ തന്നെ ഒരു നമുക്ക് അവിടുത്തെ ടൂൾസുകളും ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് അതും എന്താ പറയാ വളരെ പ്രധാനപ്പെട്ടതാണ് ഡെലിവറി റൂമില് പ്രധാനപ്പെട്ടതാണ് ഡെലിവറി റൂമിൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് അതിന് നിർണായകമായിട്ടുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സും പിന്നെ അതുപോലെ തന്നെ ലേബർ ടേബിളും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അതിനകത്ത് ഓരോന്നും നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. റേഡിയന്റ് പാമർ അവിടെയുള്ള കാര്യങ്ങൾ സ്റ്റെറിലൈസറുകള് ഫീറ്റൽ ഡോപ്ലറ് ഫീറ്റൽ ടോപ്പോ കാർഡിയോഗ്രാഫ് ഇത് കുഞ്ഞു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് അവിടെ വെക്കണം കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങള് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഭാഗം നോക്കാം. ഓക്കെ ക്ലാസ് 95 ഓക്കെ
വായിച്ചു വെക്കണോട്ട് എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാവരും ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.